മൗലിദ് പാരായണം നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്നൊരു സംഗതിയാണ്. സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകൾ കേട്ടോ, വിദ്യാർത്ഥികളുടെ കാര്യമല്ല പറയണത്. മൗലിദ് പാരായണം കൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ വലിയ ബറക്കത്തുണ്ടാകും. ഇത് ഞാൻ പറഞ്ഞതല്ല, മഹത്തുക്കളായ മുൻഗാമികൾ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയതാണ്. കാരണം പറയപ്പെടുന്നത് നബിതങ്ങളെയാണല്ലോ, നബിതങ്ങളുടെ മഹത്വങ്ങളാണല്ലോ. നമ്മുടെ നാടുകളിലൊക്കെ ഒരു സ്വഭാവമുണ്ട്, എന്ത്, റമദാൻ മാസത്തിലൊക്കെ മൗലിദ് ഓതുന്ന സ്വഭാവം പല നാടുകളിലും ഉണ്ട്. നമ്മുടെ നാടുകളിലൊക്കെ ഇഷ്ടംപോലെ പള്ളികളിൽ, അത് വീടുകളിലൊക്കെ മൗലിദ് ഓതുന്നൊരു സ്വഭാവമുണ്ട്. പലപ്പോഴും നമ്മളും ഓതാറുണ്ട് അല്ലേ? എല്ലാ ദിവസവും ഓതുന്ന ഉമ്മമാരുണ്ട്, സഹോദരന്മാരുണ്ട്. അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്ത് പെരുമാറട്ടെ. മൗലിദ് ഓതുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന കുറച്ച് നേട്ടങ്ങൾ ഞാൻ പറഞ്ഞു തരട്ടെ. ആ മൗലിദ് അങ്ങനെ മഹത്വം മനസ്സിലാക്കി ഓതിക്കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സങ്കടപ്പെടേണ്ടി വരില്ല. മഹാന്മാരായ മുൻഗാമികൾ വിജയിച്ചതെല്ലാം മുത്തുനബി തങ്ങളെ പറഞ്ഞതുകൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ കേൾക്കാം നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് മൗലിദ് ഓതുന്നത്, ഓതിയാലുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ മൗലിദാണ് നമ്മൾ ഓതേണ്ടത് എന്ന് ചുരുങ്ങിയ രൂപത്തിൽ ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് കേൾക്കാം. വീഡിയോ മുഴുവനും കേൾക്കുക. ഹബീബായ നബി തങ്ങളുടെ സ്നേഹം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ. അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ, വന്നുപോയ അപാകതകൾ മാപ്പ് ചെയ്തിട്ട് എല്ലാ പോരായ്മകളും പരിഹരിച്ച് അല്ലാഹു പൊരുത്തപ്പെടുന്ന മുഅ്മിനീങ്ങളിൽ നമ്മെ ചേർത്ത് പെരുമാറാകട്ടെ. മൗലിദ് പാരായണം നമുക്കൊക്കെ ഇഷ്ടമുള്ള ഒരു സംഗതിയാണല്ലേ. മൗലൂദ് എന്ന് പറയാറുണ്ട് ചിലത്, മൗലിദ് എന്ന് പറയാറുണ്ട്. ഏതാണ് കൃത്യമായി പറയേണ്ടത് എങ്ങനെയാണ് എന്ന് രണ്ടു പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അധികവും പ്രയോഗിക്കൽ മൗലിദ് എന്നാണ് കേട്ടോ. മൗലൂദ് എന്ന് പറഞ്ഞു എന്ന് കരുതിയിട്ട് തെറ്റൊന്നുമില്ല. അപ്പം മൗലിദ് പാരായണം എന്തിനാണ് ചെയ്യുന്നത്? പല ആളുകളും പറയണ്ടല്ലോ മൗലൂദ് ഓതൽ ശിർക്കാണ്, ബിദ്അത്താണ്. എന്തിനാണ് മൗലൂദ് ഓതുന്നത്? നമ്മുടെ വീടുകളിലൊക്കെ പണ്ട് മുതലേ ഓതി വരുന്നൊരു സംഗതിയാണല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് ഇവർ എതിർക്കുന്നവർ എതിർത്തോട്ടെ. അങ്ങനെ ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പലതും എതിർത്തത് പിന്നീട് മാറ്റി പറഞ്ഞുകൊണ്ട്, അതുകൊണ്ട് എതിർക്കുന്നവരെ നമ്മൾ ഒന്നും പറയാൻ പോകണ്ട. മറിച്ച് എന്ത് ചെയ്യുക, നമ്മൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു വിശ്വാസം, ഒരു ആത്മസംതൃപ്തി നമുക്കുണ്ടാക്കിയെടുക്കണം. മൗലിദ് പാരായണം ചെയ്യൽ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന കുറേ നേട്ടങ്ങളുണ്ട്. ഒന്നാമതായി ഏറ്റവും ആദ്യമായി പറയാനുള്ളത് മഹബ്ബത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ മഹബ്ബത്ത് നമുക്ക് ലഭിക്കും, അത് ഉറപ്പാണ്. മൗലിദ് ഓതുന്നവർക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് ലഭിക്കും എന്നത് ഉറപ്പാണ്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. അള്ളാഹിൻ്റെ സ്നേഹം വേണമെങ്കിൽ പോലും നബി തങ്ങളെ പിൻപറ്റുകയും ചെയ്യണം. നബി തങ്ങളുടെ സ്നേഹം കിട്ടണം. ആ സ്നേഹമില്ലാതെ അള്ളാഹുവിൻ്റെ സ്നേഹം കിട്ടൂല എന്ന. അപ്പം നബി തങ്ങളുടെ മഹബ്ബത്ത് ലഭിക്കാൻ അവിടുത്തെ പ്രകീർത്തിക്കലാണ് ഏറ്റവും ഉചിതമായൊരു മാർഗം. മുത്തുനബി തങ്ങളെ പ്രകീർത്തിക്കുക, അവിടുത്തെ ചര്യ പിൻപറ്റുക, അവിടുത്തെ ഖൽബിൽ മഹബ്ബത്ത് വെക്കുക. ഇതൊക്കെയാണ് അവിടുത്തെ സ്നേഹം കിട്ടാനുള്ള കാരണം അല്ലേ? മഹാന്മാരായ സ്വഹാബത്ത് എത്രയാണ് നബി തങ്ങളെ സ്നേഹിച്ചത്, എത്രയാണ് അവർ മൗലിദ് ഓതിയത്. മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, വഅഹ്സനു മിൻക ലം തറ ഖത്തു ഐനി വഅജ്മലു മിൻക ലം തലിദിൻ നിസാഉ ഖുലിഖത മുബറഅൻ മിൻ കുല്ലി ഐബി കഅന്നക ഖദ് ഖുലിഖത കമാ തശാഉ. എന്തൊരഴകാണ് നബിയേ, എന്തൊരു സൗന്ദര്യമാണ് നബിയേ, എന്തൊരു പ്രഭയാണ് നബിയേ. തങ്ങളെപ്പോലെ സൗന്ദര്യമുള്ള ഒന്നിനെയും ഈ ഹസ്സാനൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല നബിയേ. തങ്ങളെക്കാൾ ശോഭയുള്ള, തങ്ങളെക്കാൾ സൗന്ദര്യമുള്ള ഒരു കുഞ്ഞിനെയും ലോകത്തൊരുമ്മയും പ്രസവിച്ചിട്ടില്ല നബിയേ. ഖുലിഖത മുബറഅൻ മിൻ കുല്ലി ഐബി. തങ്ങളെ പടയ്ക്കപ്പെട്ടത് സർവ്വന്യൂനതകളിൽ നിന്നും പരിശുദ്ധരായിട്ടാണ് നബിയെ. കഅന്നക ഖദ് ഖുലിഖത കമാ തശാഉ. തങ്ങളുടെ സൃഷ്ടിപ്പ് കണ്ടാൽ, തങ്ങളുടെ പടപ്പ് കണ്ടാൽ, തങ്ങളുടെ രൂപലാവണ്യം കണ്ടാൽ, തങ്ങളുടെ സ്വഭാവ സവിശേഷത കണ്ടാൽ തങ്ങൾ തന്നെ തങ്ങളെ ഡിസൈൻ ചെയ്തതുപോലെയുണ്ട് നബിയേ. എന്തൊരു മഹത്വമുള്ള വരികളാണ്. ഈ വരികൾ അങ്ങോട്ട് പാടിയപ്പോഴേക്കും ഹബീബായ നബി തങ്ങൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി, മഹബ്ബത്ത് തോന്നി. അവിടുന്ന് എന്ത് ചെയ്തു, മഹാനായ ഹസ്സാൻ ബിൻ സാബിത്ത് തങ്ങളെ അംഗീകരിക്കുകയാണ്, ആദരിക്കുകയാണ്. അവിടുത്തെ കഴുത്തിൽ കിടന്നൊരു ഷാള് ആ മഹാനായ ഹസ്സാൻ ബിൻ സാബിത്ത് തങ്ങൾക്ക് ഹദിയയായി സമർപ്പിക്കുകയാണ്. ഒരു ഉപഹാരം കൊടുക്കുക, ഒരു ഗിഫ്റ്റ് കൊടുക്കുക. എന്നിട്ടോ
മുത്തുനബി തങ്ങളുടെ മദ്ഹ് പാടാൻ ഒരു സ്റ്റേജ് തന്നെ അവിടുത്തെ മൗലിദ് ഓതാൻ ഒരു മിമ്പർ തന്നെ സ്ഥാപിച്ചു കൊടുത്തു. നോക്കുക, അപ്പോൾ അത് മഹത്വമുള്ളത് കൊണ്ടാണ്, മുത്തുനബി തങ്ങൾക്ക് മഹബ്ബത്ത് ലഭിക്കുന്ന, അവിടുത്തെ സ്നേഹം ലഭിക്കുന്നതായതുകൊണ്ടാണ് ചൊല്ലാൻ പറയുന്നത്. അപ്പോൾ ഒന്നാമതായി നമുക്ക് ലഭിക്കുന്നത് ഹബീബായ നബി തങ്ങളുടെ മഹബ്ബത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമതായി കാണാം, സ്വലാത്ത് അധികരിപ്പിക്കാൻ പറ്റിയ ഒരു മാർഗ്ഗമാണ് മൗലിദ് ഓതുക എന്നുള്ളത്. ഇല്ലേ, നമ്മൾ മൗലിദ്, അപ്പോൾ ഉദാഹരണം പറയാം, ഒരു മൻഖൂസ് മൗലിദ് ഓതാണ് നമ്മുടെ വീട്ടിൽ. മൻഖൂസ് മൗലിദ് ഓതുമ്പോൾ എത്ര തവണ നമ്മളതിൽ സ്വലാത്ത് ചെല്ലും? അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അഷ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. ആദ്യത്തെ ബൈത്തിലെ അതിൻ്റെ ഇസ്രായേലിൽ ആദ്യം നമ്മൾ ചൊല്ലുന്ന ജവാബാണ്, അത് തന്നെ അസ്സലാത്തു അലൻ നബി, നിങ്ങളുടെ മേലുള്ള സ്വലാത്താണ്. രണ്ടാമത്തതോ യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി. യാ റബ്ബി സ്വല്ലി, അല്ലാഹു നീ സ്വലാത്ത് വർഷിപ്പിക്കണേ അല്ലാഹ്, അതും സ്വലാത്താണ്. മൂന്നാമത് സ്വലാത്തും വ തസ്ലീമും വ അസ്കാ തഹിയ്യതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈറിൽ ബരിയതി, അതും സ്വലാത്താണ്. നാലാമതോ സല്ലി റബ്ബൽ ആലമീന അലാ സയ്യിദിൽ കൗനൈനി വസുറുജി, അതും സ്വലാത്താണ്. അഞ്ചാമത് ചൊല്ലുന്നതും യാ റബ്ബി സ്വല്ലി, അതും സ്വലാത്താണ്. അപ്പോൾ എത്ര സ്വലാത്താണ് നമ്മളിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ അതിൻ്റെ മിസ്റാകൾക്കിടയിൽ, അതിൻ്റെ ബൈത്തുകൾക്കിടയിൽ ഈ ചൊല്ലുന്നത് പോലെ തന്നെ നമ്മുടെ ഹദീസുകൾക്കിടയിലും എന്ത് ചെയ്യാം, ഇതുപോലെ എത്രയോ തവണ മുത്തുനബി തങ്ങളുടെ മഹത്വം ഇങ്ങനെ പറയാം. നബി തങ്ങളെ പറ്റി ഇങ്ങനെ എന്ത് ചെയ്യുക, മഹത്വം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതിങ്ങനെ സ്വലാത്ത്. അപ്പോൾ സ്വലാത്ത് അധികരിപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മാർഗം കൂടിയാണ് എന്ത്, മൗലിദ് ഓതുക എന്നുള്ളത്. അപ്പോൾ മൗലിദ് ഓതണം. ഇനി മൂന്നാമത്തെ കാര്യം കാണാം, നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകാൻ മൗലിദ് ഓതൽ കാരണമായി തീരും. നബി തങ്ങളുടെ മഹത്വം പറയാൻ അത് ഏത് മൗലിദും ആയിക്കോട്ടെ. ബർസഞ്ചി മൗലിദ് ഓതുന്നവരുണ്ടാവും, ചിലപ്പോൾ മൻഖൂസ് മൗലിദ് ഓതുന്നവരുണ്ടാവും, ഷറഫുൽ അനാം മൗലിദ് ഓതുന്നവരുണ്ടാവും. ഏത് മൗലിദാണെങ്കിലും കുഴപ്പമില്ല. നബി തങ്ങളുടെ മഹത്വം പറയുന്ന ഏത് മൗലിദാണെങ്കിലും വിഷയമില്ല. നബി തങ്ങളുടെ ഫളിൽ പറയുന്ന മൗലിദാണെങ്കിൽ ആ ഹബീബായ നബി തങ്ങളുടെ മഹബ്ബത്തും അവിടുത്തെ സ്നേഹമൊക്കെ ലഭിക്കാൻ കാരണമായി തീരും. ജീവിതത്തിൽ സമാധാനം ഉണ്ടാകും. മൗലിദ് നടക്കുന്ന ഇടങ്ങളിൽ, ഖുർആൻ പാരായണം ചെയ്യുന്ന ഇടങ്ങളിൽ, സ്വലാത്ത് ചൊല്ലുന്ന ഇടങ്ങളിൽ, അതുപോലെ തന്നെ ദുആ ചെയ്യുന്ന ഇടങ്ങളിൽ, സ്വതക്ക കൊടുക്കുന്ന ഇടങ്ങളിൽ ഒരു മൗലിദ് സദസ്സ് നമ്മൾ സംഘടിപ്പിക്കാമെന്ന് വെച്ചു. ഉദാഹരണം പറയാം, നമ്മളൊരു മൗലിദ് സദസ്സ് സംഘടിപ്പിച്ചു നമ്മുടെ വീട്ടിൽ, അല്ലെ നമ്മുടെ വീട്ടിൽ ഇത് എല്ലാവരോടും ചേർന്നിരുന്ന് ഓതി. എത്ര കാര്യങ്ങൾ അവിടെ നടക്കും. മൗലിദിനിടയിൽ നമ്മൾ ഫാത്തിഹ വിളിച്ച് ഖുർആൻ ഓതും, 1. രണ്ടാമത്തത് സ്വലാത്ത് ചൊല്ലും, 2. മൂന്നാമത്തത് ദുആ ഉണ്ടാവും, 4മത്തെ ഒരു ചീരണി ചെറുത് എന്തെങ്കിലും ഒരു വെള്ളമെങ്കിലും സ്വതക്ക. എല്ലാ സംഗതികളും ഒരുമിച്ച് എവിടെയും ഒരു മൗലിദിൻ്റെ സദസ്സ് വരും. അപ്പോൾ മൗലിദിൻ്റെ സദസ്സ് കൊണ്ട് നമുക്ക് ദുആക്ക് ഇജാബത്ത് ലഭിക്കും, സമാധാനവും കിട്ടും. അതാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അധികരിപ്പിക്കണോ വേണ്ടയോ, ചെല്ലണോ വേണ്ടയോ നിങ്ങൾ ഈ കേൾക്കുന്നവർ തന്നെ ചിന്തിച്ചാൽ മതി. അതുപോലെ തന്നെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകാനും നമ്മുടെ ജീവിതത്തിലേക്ക് ഹബീബായ നബി തങ്ങളുടെ ഒരു തിരുനോട്ടം ഉണ്ടാകാനും ഒക്കെ കാരണമായി തീരും. ഇത്തരത്തിൽ മൗലിദിൻ്റെ മദഹിൻ്റെ വേദികളൊക്കെ നമ്മുടെ നാടുകളിൽ, പ്രത്യേകിച്ച് വിശുദ്ധമായ റമദാനിലും റബീഉൽ അവ്വൽ മാസത്തിലും ഒക്കെ നടക്കാറുണ്ട്. നമ്മളും സംഘടിപ്പിക്കണം, നമ്മളും വീട്ടിൽ ചൊല്ലണം. നമ്മളും ഒരുപാട് മൗലിദ്, ഇനി റബീഉൽ അവ്വൽ ആകാൻ കാത്തിരിക്കേണ്ട, അല്ലെ റമദാൻ ആകാൻ കാത്തിരിക്കേണ്ട, ഏത് ദിവസവും നമുക്ക് എന്ത് ചെയ്യാം, ഹബീബായ നബി തങ്ങളുടെ മദ്ഹ് ചൊല്ലാം. ഇനി മദ്ഹ് ചൊല്ലാൻ, മൗലിദ് ഓതാൻ സമയം കിട്ടുന്നില്ല എങ്കിൽ സ്വലാത്തെങ്കിലും എന്ത് ചെയ്യാം, ഒന്ന് പതിവാക്കുക, നമ്മുടെ വീടുകളിൽ ചൊല്ലുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മൗലിദിൻ്റെ സദസ്സുകളൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മുടെ ചാനലുകളിൽ സൗകര്യം പോലെ നമുക്ക് പങ്കെടുക്കാം, ഇൻഷാ അല്ലാഹ് സംഘടിപ്പിക്കാം. കഴിയുന്ന ആളുകളൊക്കെ പങ്കെടുക്കണം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. മറ്റൊരു ദിവസത്തിൽ കണ്ടുമുട്ടാം. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കല്ലേ. മുത്തുനബി തങ്ങളോട് മഹബ്ബത്തുള്ളവർ, സ്നേഹമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർ നമ്മുടെ മജ്ലിസുകളെ മറ്റുള്ളവരിലേക്കും എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ആ ഒരു മഹബ്ബത്തിൻ്റെ വഴികൾ തുറന്നു കിട്ടാൻ സബബാണെങ്കിൽ നമ്മൾ അതിനൊരു വലിയ കാരണക്കാരായിത്തീരും. അള്ളാഹു ഖബൂലാക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.